കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. റബ്ബറിന് വില ഉയർന്നു. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികളും റബ്ബർ മാർക്കറ്റിൽ കാണിച്ച ഉത്സാഹം ഉൽപ്പന്ന വില ഉയർത്തി. വിൽപ്പനക്കാരുടെ അഭാവത്തിനിടയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 18,600 രൂപയായി ഉയർന്നു. അതേസമയം രാജ്യാന്തര വിപണിയായ ബാങ്കോക്കിൽ നിരക്ക് 18,700 രൂപയിലാണ്. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളായ ജപ്പാൻ, ചൈനീസ് മാർക്കറ്റുകളിൽ റബ്ബർ നേരിയ റേഞ്ചിൽ നീങ്ങി. മാസാന്ത്യം അടുക്കുന്നതും ഉത്സവ ദിനങ്ങളും പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമുയരുമെന്നാണ് തമിഴ്നാട്ടിലെ വൻകിട കൊപ്രയാട്ട് മില്ലുകാരുടെ കണക്കുകൂട്ടൽ. നവരാത്രി വേളയായതിനാൽ എണ്ണ വിപണി ചൂടുപിടിച്ചാൽ അതിനൊപ്പം കൊപ്ര വിലയും വർദ്ധിക്കാം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 36,800-ലും കാങ്കയത്ത് 32,800 രൂപയിലുമാണ്. തുലാവർഷത്തിന്റെ വരവിനെ ഉറ്റുനോക്കുകയാണ് കാർഷിക മേഖല. കുരുമുളക്, കൊക്കോ, കാപ്പി, ഏലം തുടങ്ങിയവയുടെ വിളവിനെ മഴ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും കർഷകരിൽ നിലനിൽക്കുന്നു. ഹൈറേഞ്ചിലെയും വയനാട്ടിലെയും മറ്റു ഭാഗങ്ങളിലെയും കുരുമുളക് കൊടികളിൽ തിരികൾ മൂത്തുവരുന്ന സന്ദർഭത്തിൽ മഴ ശക്തമായാൽ മണികൾ അടർന്നു വീഴാം. ഉത്സവ സീസണായതിനാൽ മുളക് വിപണിയിൽ വിലക്കയറ്റം പ്രതീക്ഷിച്ചെങ്കിലും തുടർച്ചയായ 2 ദിവസവും വില കുറഞ്ഞു. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് ക്വിന്റലിന് 68,400 രൂപയായി താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാസവളം കിട്ടാതെ കർഷകർ വലയുന്നു. മിക്ക ഇനങ്ങൾക്കും 250 മുതൽ 300 രൂപ വരെ വിലയും കൂടി. കാപ്പിക്കും നെല്ലിനും കുരുമുളകിനും വാഴയ്ക്കും വളം ചെയ്യേണ്ട കാലത്ത് രാസവളം കിട്ടാതെ കർഷകർ വലയുന്നു. കഴിഞ്ഞ 3 മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. മിക്ക ഇനങ്ങൾക്കും 250 മുതൽ 300 രൂപ വരെ വിലയും കൂടി. യൂറിയ, പൊട്ടാഷ്, അമോണിയ, DAP കോംപ്ലക്സ് വളങ്ങൾക്കും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. വളം നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് വിലവർധനയിലേക്കും ക്ഷാമത്തിലേക്കും നയിച്ചതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുൻപ് 1,450 രൂപയ്ക്ക് കിട്ടിയിരുന്ന വളത്തിന് 1,850 രൂപയായി ഉയർന്നു. കിലോയ്ക്ക് 1,500 രൂപയ്ക്ക് കിട്ടിയിരുന്ന പൊട്ടാഷ് 1,800 രൂപയായി. മറ്റു വളങ്ങളിലും ഇതേ രീതിയിൽ വിലവർധനയുണ്ട്. തുക ഉയർത്തിയതിനു പുറമെ വളം ഡിപ്പോകളിൽ വളമെത്തുന്നതിനുള്ള ട്രാൻസ്പോർട്ട് ചാർജ് വളം കമ്പനികൾ നൽകാത്തതും വ്യാപാരികളെ വലയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. മുളച്ചു തുടങ്ങിയ വിത്തുകളും ഞാറും കാട്ടുപന്നികൾ കുത്തിനശിപ്പിച്ചു. കർഷകർ ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസം രാത്രി മങ്ങാട് കോട്ടപ്പുറം പടിഞ്ഞാറേ പാടശേഖരത്തിൽ മുളച്ചു തുടങ്ങിയ വിത്തുകളും ഞാറും കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി കുത്തിനശിപ്പിച്ചു. ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടങ്ങളിൽ യന്ത്രം ഉപയോഗിച്ച് നടാൻ ഒരുക്കിയ ഞാറാണ് നശിച്ചത്. 100 ഏക്കർ പാടശേഖരത്തിലെ 25 ഏക്കറോളം സ്ഥലത്താണ് ഞാറു നട്ടുകഴിഞ്ഞത്. ബാക്കിയുള്ള 75 ഏക്കർ പാടശേഖരത്തിലേക്കുള്ള ഞാറുകളാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം തടയാൻ ഞാറ് മുളയ്ക്കുന്നതിന് ചുറ്റും സാരിയും വലയും ഉപയോഗിച്ച് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നെങ്കിലും കാട്ടുപന്നികൾ കൂട്ടമായി എത്തിയവ നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കൃഷി വനംവകുപ്പ് ഓഫീസുകളിലും പഞ്ചായത്തിലും പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കർഷകർ ദ്രോഹമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയമമുണ്ടെങ്കിലും എരുമപ്പെട്ടി പഞ്ചായത്തിൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. കമ്പോള നിലവാരം. റബ്ബർ RSS 4 186, RSS 5 183, ലാറ്റക്സ് 128. ജാതിക്ക 300, ജാതിപത്രി 1,800 മുതൽ 2,000 വരെ. ഗ്രാമ്പു 880, അടയ്ക്ക 250, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 350. കുരുമുളക് ഗാർബിൾഡ് 70,400, കുരുമുളക് അൺഗാർബിൾഡ് 68,400, ഏലയ്ക്ക 2,100 മുതൽ 2,200 വരെ. വെളിച്ചെണ്ണ 36,800, കൊപ്ര 23,800, ചുക്ക് 24,800. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.